നമസ്കാരം കൂട്ടുകാരി. നവംബർ 14 ശിശുദിനം. ശിശുദിനം എന്താണെന്ന് അറിയാമോ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുഞ്ഞുങ്ങളായ നമ്മൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള ഒരു കൊച്ചു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരിക്കൽ കുറെ കുട്ടികൾ ഗ്രൗണ്ടിൽ പന്ത് കളിക്കുകയായിരുന്നു. പെട്ടെന്ന് പന്ത് തെറിച്ച് അടുത്തുള്ള ഒരു മരത്തിന്റെ പൊത്തിലേക്ക് വീണു. പന്ത് എടുക്കുന്നതിനായി കുട്ടികൾ കുറെ ശ്രമിച്ചു. എന്നാൽ ആ ചെറിയ പൊത്തിൽ നിന്നും പന്തെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ സമയത്ത് ഒരു ബാലൻ അതുവഴി നടന്നു വന്നു. വിഷമിച്ചു നിൽക്കുന്ന കുട്ടികളോട് ബാലൻ കാരണം ചോദിച്ചു. അവർ കാര്യം പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം ബാലൻ അവരോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ വെള്ളവുമായി വന്നു. ബാലൻ ആ വെള്ളം മരപ്പൊത്തിലേക്ക് ഒഴിച്ചു. കുട്ടികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അതാ പന്ത് പൊന്തി വരുന്നു. ബാലൻ പന്തെടുത്ത് കുട്ടികൾക്ക് നീട്ടി. അവർക്ക് സന്തോഷമായി. കൂട്ടുകാരെ, ബുദ്ധിമാനായ ആ ബാലൻ ആരാണെന്നറിയാമോ? ആ ബാലനാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിത്തീർന്ന ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങളെയും പനിനീർ പൂക്കളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തെ കുറിച്ച് ഒരു കൊച്ചു പാട്ടുകൂടി ഞാൻ പാടിത്തരട്ടെ. എന്റെ പാട്ടും കഥയുമെല്ലാം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ശിശുക്കളാണു ഞങ്ങൾ, പൂക്കളാണു ഞങ്ങൾ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണു ഞങ്ങൾ. കള്ളമില്ല ഞങ്ങളിൽ, കളങ്കമില്ല ഞങ്ങളിൽ, കുള്ളിവാക്കുകൾ ചതിവ് ഒന്നുമില്ല ഞങ്ങളിൽ. നെഹ്റുവിൻ്റെ നാട്ടിൽ, ഗാന്ധിയുടെ നാട്ടിൽ, വിടർന്ന പൂമുട്ടുകൾ വളരും കൊച്ചു പൂക്കൾ. മരിച്ചുപോയി നെഹ്റു, മറഞ്ഞുപോയി നെഹ്റു, ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നു ചാച്ച, ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നു ചാച്ച. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് പൊൻസുദിനം ശിശുദിനം, ആഘോഷിക്കാം ശിശുദിനം, ചാച്ചാജിയുടെ ജന്മദിനം. ആഘോഷിക്കാം ശിശുദിനം, ചാച്ചാജിയുടെ ജന്മദിനം.